ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദാപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽഷസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേർ വിളിച്ചു. ലോകം ഭയപ്പെട്ടിരുന്ന സാമ്രാജ്യാധിപനാണ് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ. ഒരു രാജ്യത്ത് തൻ്റെ സൈന്യം അതിക്രമിച്ച് കയറിയാൽ ആ രാജ്യത്തിൻ്റെ പരാജയം സുനിശ്ചിതമാണ്. യുദ്ധത്തിലെ വിജയത്തിന് ശേഷം വ്യത്യസ്ത മേഖലകളിൽ വിദഗ്ധരും നിപുണന്മാരുമായ ആളുകളെ തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും എളിയ ജനത്തെ കീഴ്പ്പെടുത്തിയ ദേശത്ത് വിടുകയുമാണ് സാധാരണ താൻ അനുവർത്തിച്ചു വരുന്ന രീതി. BC 597 നടന്ന 2-ാം ഘട്ട യെരുശലേം ആക്രമണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. 2 രാജാക്കന്മാർ 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരെയും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്ത് എളിയ ജനമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ബാബേൽ സാമ്രാജ്യത്തിലെ ഏതൊരു ആഭ്യന്തര സേവനങ്ങൾക്കും ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ യഥേഷ്ടം ലഭ്യമായിരുന്നു. ബാബേൽ സാമ്രാജ്യം നെബൂഖദ്നേസറിൻ്റെ കാലത്ത് അതിൻ്റെ ഔന്നത്യത്തിൽ എത്തുവാനുള്ളൊരു പ്രധാന കാരണം ഇതായിരുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഈ യാഥാർത്ഥ്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതത് മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവരെയും പ്രഭുക്കന്മാരെയും വിദ്യാപരിജ്ഞാനികളെയും യോഗ്യന്മാരെയും ഒക്കെയാണ് പ്രവാസികളായി കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും അവരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുവാൻ രാജാവ് ആവശ്യപ്പെടുകയാണ്. BC 605 നടന്ന 1-ാം ഘട്ട യെരൂശലേം ആക്രമണത്തിൽ പ്രവാസികളായി പിടിക്കപ്പെട്ടവരുടെ ആകെ സംഖ്യ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം 50 മുതൽ 70 വരെ യൗവനക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതായി RB തീം എന്ന ദൈവദാസൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവെഴുത്തിൽ 4 വ്യക്തികളുടെ പേര് രേഖപ്പെടുത്തിയത് നമുക്കറിയാം. കാരണം വളരെ പ്രധാനപ്പെട്ട ചില ധർമ്മങ്ങളാണ് അവർ തുടർന്ന് ബാബിലോണിൽ നിർവഹിക്കുന്നത്. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവരാണവർ. രാജസന്നിധിയിൽ കൊണ്ടുവരപ്പെട്ടത് സ്വജാതിക്കാരായ യൗവനക്കാരുടെ ഒരു കൂട്ടമാണ്. എന്നാൽ അവരിൽ 4 വ്യക്തികളെ മാത്രം തിരുവെഴുത്തിൽ പേരെടുത്ത് പരാമർശിക്കുമ്പോൾ അവർ കൂട്ടത്തിലുള്ളവരെങ്കിലും കൂട്ടക്കാരെ പോലെയല്ല എന്ന് നാം മനസ്സിലാക്കണം. അവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. 18-ാം വാക്യത്തിൽ അവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല എന്ന് നാം വായിക്കുന്നു. കൊണ്ടുവരപ്പെട്ട യൗവനക്കാരുടെ പൊതുവായ ചില യോഗ്യതകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജസന്തതി, കുലീനന്മാർ, അംഗഭംഗമില്ലാത്തവർ, സുന്ദരന്മാർ, സകലജ്ഞാനത്തിലും നിപുണന്മാർ, അറിവിൽ സമർത്ഥന്മാർ, വിദ്യാപരിജ്ഞാനികൾ, രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാർ. ഈ പൊതുവായ യോഗ്യതകൾ ഉള്ളപ്പോൾ തന്നെ വിശുദ്ധി സൂക്ഷിക്കുവാനുള്ള വ്യഗ്രത അവരിൽ മാത്രമാണ്, ഈ 4 പേരിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ദൈവജനത്തിന് വേർപാടുകാർ എന്ന സാക്ഷ്യം ലഭിക്കുന്നത് വിശുദ്ധി സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുമ്പോഴാണ്. വാസ്തവത്തിൽ വിശുദ്ധി സൂക്ഷിക്കുവാനുള്ള വ്യഗ്രതയിൽ നിന്നും ഉളവാകുന്ന ഒരനുഭവമാണ് വേർപാട് എന്നുള്ളത്. തുടർന്ന് ആ ഭാഗത്ത് ബാബിലോണിൽ ഈ യൗവനക്കാർ നേരിടേണ്ടി വന്ന പരിശോധനകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതിനെ പ്രവാസകാലത്തെ പരിശോധനകൾ എന്ന് വിളിക്കാം. പ്രവാസകാലത്തെ പരിശോധനകൾ യാക്കോബ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പരീക്ഷ എന്ന വാക്ക് 2 വ്യത്യസ്ത ആശയത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പരിശോധിച്ചു എന്നാണ് അതിൻ്റെ ആശയം. സാത്താൻ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിച്ചു എന്നാണ് ആശയം. അതായത് പരീക്ഷ എന്ന വാക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ പരിശോധന എന്ന ആശയത്തിലും സാത്താനോടുള്ള ബന്ധത്തിൽ പ്രലോഭനം എന്ന ആശയത്തിലുമാണ് ബൈബിളിൽ നമുക്ക്
കാണാൻ സാധിക്കുന്നു. യാക്കോബ് പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് പരീക്ഷ സഹിക്കേണ്ടി വരിക. കാരണം അവർ കൊള്ളാകുന്നവരായി തെളിയപ്പെടേണ്ടത് ആവശ്യമാണ്. അവർക്ക് പ്രതിഫലമായി ജീവകിരീടം നൽകുവാൻ ആവശ്യമുണ്ട്. 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട്, അർത്ഥാൽ അവരെ വളർത്തുവാൻ ചില വ്യവസ്ഥകൾ നൽകപ്പെട്ടിട്ടുണ്ട്. 4-ാം വാക്യത്തിൽ ബാലന്മാർ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. യലഡ് എന്ന എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൗമാരക്കാരൻ എന്ന ആശയമാണ് ആ വാക്കിനുള്ളത്. പ്രവചന ഗ്രന്ഥങ്ങളുടെ തികവുറ്റ വ്യാഖ്യാതാവായ ഡോക്ടർ അർണോസി ഗ്യാബലിൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 14 വയസ്സ് പ്രായമുള്ളവരാണ് ആ രാജസന്തതികൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവരെ വളർത്തിയിട്ട് എന്ന് പറയുമ്പോൾ നന്നേ ചെറുപ്രായത്തിൽ തന്നെ കൽദയരുടെ മോശയിലേക്ക് ദൈവജനത്തെ ഒരുക്കിയൊഴിച്ച് അവരെ കൽദയരോട് അനുരൂപരാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് രാജാവിൻ്റെ വ്യവസ്ഥകൾക്ക് പിന്നിൽ. രാജധാനിയിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ഈ കൗമാരക്കാരുടെ ചിന്തകളും പ്രവൃത്തികളും സംസാരശൈലിയും ബാബിലോന്യരോട് അനുരൂപമാക്കുക. റോമാലേഖനത്തിൽ 12-ാം അധ്യായം പൗലോസ് അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകരുത്, നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. കാരണം ലോകത്തോട് അനുരൂപമായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകും. ഇവിടെ ഈ ഒരു തന്ത്രമാണ് രാജാവ് ഇവിടെ ഉപയോഗിക്കുന്നത്. താൻ വെച്ച വ്യവസ്ഥകൾക്ക് പിറകിൽ ഈ ജനത്തെ, ഈ യൗവനക്കാരെ കൽദയരോട് അനുരൂപമാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ആ വ്യവസ്ഥകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1, അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുക. 4-ാം വാക്യം. 2, അവരെ രാജഭോജനത്തിൽ പങ്കുകാരാക്കുക. 5-ാം വാക്യം. 3, അവർക്ക് കൽദയ പേരുകൾ നൽകുക. 7-ാം വാക്യം. 4-ാമത്തേത് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എങ്കിലും തുടർന്ന് പോകുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഷണ്ണന്മാരാക്കപ്പെടുക. 4 കാര്യങ്ങൾ. 1, കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുക. 2, രാജഭോജനത്തിൽ പങ്കുകാരാക്കുക. 3, കൽദയ പേരുകൾ നൽകുക. 4, ഈ യൗവനക്കാരെ എല്ലാവരെയും ഷണ്ണന്മാരാക്കുക. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ടൊന്ന് ചിന്തിക്കാം. 1, കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുക. തങ്ങൾക്കുള്ള സ്വാഭാവിക യോഗ്യതകളോട് കൂടെയാണ് 3 വർഷത്തെ പരിശീലനം അവർക്ക് ബാബിലോണിൽ നേരിടേണ്ടി വരുന്നത്. ബാബിലോണിൽ അക്കാലത്ത് സാധാരണക്കാർ അരാമ്യ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പണ്ഡിതന്മാരും ജ്ഞാനികളും കൽദയ ഭാഷയും. യൗവനക്കാരുടെ നിലവിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ സകലജ്ഞാനത്തിലും നിപുണന്മാരാണ്. ഷോയിങ് ഇൻ്റലിജൻസ് ഇൻ എവരി ബ്രാഞ്ച് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളിലും നിലവിലവർ നിപുണന്മാരാണ്. 2, അവരെക്കുറിച്ച് പറയുന്ന അവർ അറിവിൽ സമർത്ഥന്മാരാണ്. എൻഡോവ്ഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കണ്ണിങ് ഇൻ നോളജ്. അറിവിൽ സമർത്ഥന്മാരാണ്. 3, അവർ വിദ്യാപരിജ്ഞാനികളാണ്. ഡിസേണിങ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ് സയൻസ് എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ജ്ഞാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ഈ ബാലന്മാർ ഇനി കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിക്കണം. ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. വലിയൊരു അപകടം. കൊലോസിയിലെ വിശ്വാസികൾക്ക് പൗലോസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായങ്ങൾക്കൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. കൊലോസ്യർ 2:8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ see to it that no one takes you captive through philosophy and empty deception. അതായത് ലോകജ്ഞാനം നമ്മെ അടിമകളായി പിടിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അത് വചനം മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് no one takes you captive through philosophy and empty deception. ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അപ്പോൾ ലോകജ്ഞാനം ഒരു മനുഷ്യനെ അടിമയായി പിടിക്കുവാനുള്ള സാധ്യത വളരെയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പരിണാമവാദം, നിരീശ്വരവാദം, യുക്തിവാദം, ഇതെല്ലാം ലോകത്തിൻ്റെ ജ്ഞാനമാണ്. ഈ ജ്ഞാനം അടിമകളായി പിടിച്ച അനേകരെ നമുക്ക് ചുറ്റും കാണാം. ദാനിയേലും കൂട്ടരും
കൽദയ ദേശത്തേക്ക് അടിമകളായി പോകേണ്ടി വന്നതിന് അവർ ഉത്തരവാദികളല്ല, അത് ദൈവഹിതമാണ്. എന്നാൽ അപ്പോഴും അവർ സ്വർഗത്തിൻ്റെ പദ്ധതികൾക്കുള്ളിൽ തന്നെയാണ്, അവർ ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ കൽദയ ജ്ഞാനം അവരെ അടിമകളായി പിടിച്ചാൽ അവർ മാത്രമാണ് അതിന് ഉത്തരവാദികൾ. അങ്ങനെ സംഭവിച്ചാൽ അവർ ദൈവഹിതത്തിൽ നിന്ന്, സ്വർഗത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ടി വരും. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. നാം ലോകത്തിൻ്റെ ജ്ഞാനം അഭ്യസിക്കുമ്പോൾ അത് നമ്മെ അടിമകളായി പിടിക്കരുത്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും സ്വർഗീയ പദ്ധതിയിൽ ഉൾപ്പെടുന്നവരായി നിലനിൽക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നാം അതിനായിട്ട് ശ്രമിക്കണം. മോശയുടെ ചരിത്രം നൽകുന്ന പാഠം അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഞാങ്ങണപ്പെട്ടകം തുറന്ന് മോശക്കുഞ്ഞിനെ കണ്ട ഫറവോൻ്റെ പുത്രി പറഞ്ഞത്, ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന്. പുറപ്പാട് 2:6. എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന്. മോശയുടെ ബാഹ്യരൂപം മോശയുടെ സ്വത്വത്തെ വെളിപ്പെടുത്തുവാൻ മതിയായതായിരുന്നു. അങ്ങനെ ഫറവോൻ്റെ പുത്രിയുടെ മകനായി വളർത്തപ്പെട്ട മോശയെക്കുറിച്ച് സ്തേഫാനോസ് പറയുന്നു, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7:22. അങ്ങനെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്ന മോശ മിസ്രയീമിനെ അടിച്ചുകൊന്ന് മിദ്യാൻ ദേശത്ത് ചെന്ന് പാർക്കുന്ന സമയത്ത് മിദ്യാനിലെ പുരോഹിതൻ്റെ പുത്രിമാർ മോശയെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മിസ്രയീമ്യൻ എന്നാണ്. പുറപ്പാട് 2:19. അതായത് മിസ്രയീമിലെ അഭ്യസനം മോശയെ ഒരു മിസ്രയീമിനെ പോലെയാക്കി. മിസ്രയീമ്യരുടെ മൂശയിലൂടെ മോശ കടന്നുപോയപ്പോൾ താനും അവരെ പോലെയായി. അതിനാൽ മൂശയിലെ രൂപം, മിസ്രയീമ്യ മൂശയിലെ രൂപം തകർക്കപ്പെടുന്നത് വരെ 40 വർഷം മോശയ്ക്ക് മരുഭൂമിയിൽ അലയേണ്ടി വന്നു. തുടർന്ന് 40 വർഷങ്ങൾക്ക് ശേഷം മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കിൽ വെച്ച് ദൈവം മോശയെ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പുറപ്പാട് 3:10. ആകയാൽ വരിക, കം നൗ, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. അങ്ങനെ മിസ്രയീമ്യ മൂശയിലെ രൂപം, ലോകത്തോടുള്ള ആ അനുരൂപപ്പെട്ട രൂപം, അത് തകർക്കപ്പെട്ടതിന് ശേഷമാണ് ദൈവം മോശയെ തൻ്റെ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ച് അയക്കുന്നത്. ശ്രദ്ധിക്കുക, ലോകജ്ഞാനം നമ്മെ അടിമകളായി പിടിച്ചാൽ നാം ലോകത്തോട് അനുരൂപരായി തീരുവാനുള്ള സാധ്യതകൾ വളരെയുണ്ടെന്ന് വചനം മുന്നറിയിപ്പ് നൽകുന്നു.